ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് റെഡിയാക്കിയാലോ? കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ഇപ്രാവശ്യത്തെ മാംഗോ സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വെറുതെ അല്ലേ ഐറ്റം ട്രെൻഡിങ്ങിലായത്, അത്ര അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ മാംഗോ സ്റ്റിക്കി റൈസ് റെഡിയാക്കാനായിട്ട് 3/4 കപ്പ് ബിരിയാണി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശരിക്കുമുള്ള മാംഗോ സ്റ്റിക്കി റൈസിന് സെപ്പറേറ്റ് സ്റ്റിക്കി റൈസ് മേടിക്കാൻ കിട്ടും. ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റൈസ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. ഇങ്ങനെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് റൈസ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി വെച്ച് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഓവർ കുക്കായിട്ട് വേണം നമുക്ക് ഈ റൈസ് കിട്ടാനായിട്ട്. റൈസ് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടിച്ച് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് എടുത്ത് വെക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇത് തേങ്ങയുടെ 1ാം പാലാണ്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള പാലാണ്. അപ്പോൾ ഇത് നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ടാണ് ഈ പാൽ എടുക്കുന്നത്. 1ാം പാൽ എടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ മിക്സ് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് തേങ്ങയുടെ 2ാം പാലായിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ റൈസ് കുക്കായി വരുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് 1 കപ്പോളം തേങ്ങാപ്പാലാണുള്ളത്. ഇതിനിടയിൽ നമ്മൾ റൈസ് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ റൈസ് എന്ന് പറയുന്നത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്കൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കറക്റ്റ് പാകമാണ്. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് വീണ്ടും നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ റൈസിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ അതനുസരിച്ച് സോസിൽ കുറച്ച് ചേർത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് മൂടി വെച്ച് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ റൈസിൽ കിടന്ന് തേങ്ങാപ്പാലൊക്കെ ഫുള്ളായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഒരു സ്റ്റിക്കി പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3/4 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം അടിച്ചു വെച്ച 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി 1 ടീസ്പൂൺ തന്നെ അരിപ്പൊടി എടുത്താലും മതിയാകും. കട്ടയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെറിയൊരു ബൗളിലെടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈസും ഈ സോസും ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ കണ്ടൻസ് മിൽക്ക് നമ്മൾ ഓൾറെഡി വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മധുരം കുറച്ച് കുറവായെന്ന് തോന്നിയതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അല്ല, കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ റൈസും സോസൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് ഇതേപോലെ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മാംഗോ പീസ് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് സെസമി സീഡ്സ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്ക് സോസ് നമ്മുടെ റൈസിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കാണിച്ച അളവ് വെച്ചിട്ട് നമുക്ക് 2 എണ്ണം ഇതേപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഡെസേർട്ട് റെസിപ്പിയാണിത്. അപ്പോൾ ഈ മാംഗോ സ്റ്റിക്കി റൈസ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് കഴിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് റൈസ് എടുക്കുക, അതേപോലെ ചെറിയൊരു മാംഗോൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ കോക്കനട്ട് മിൽക്ക് സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.